ശാശ്വതവും പരമാനന്ദപൂർണവുമായ ജീവിതം നേടാൻ കഴിയും. ദിസ് ഇസ് ദ മീനിങ്. ഓക്കെ, ഭാവാർത്ഥം. ഈ ശ്ലോകത്തിൽ ഋഷഭദേവൻ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോട് ജീവിതത്തിൻ്റെ പ്രധാനത്തെ പറ്റി സംസാരിക്കുന്നു. ദേഹ്ഭാഗ് എന്ന പദം ഭൗതിക ശരീരം സ്വീകരിക്കുന്ന ഒരുവനായാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യ ശരീരം ലഭിക്കുന്ന വ്യക്തി മൃഗങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കണം. നായ്ക്കളെയും പന്നികളെയും പോലെയുള്ള മൃഗങ്ങൾ മലം ഭക്ഷിച്ച് ഇന്ദ്രിയ സംതൃപ്തി നേടുന്നു. മനുഷ്യജീവികൾ പകൽ മുഴുവൻ കഠിന അധ്വാനം ചെയ്ത ശേഷം രാത്രിയിൽ ഭക്ഷണം, പാനം, മൈഥുനം, നിദ്ര എന്നിവകളിലൂടെ ആസ്വാദനം നേടാൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ അവർ സ്വയം പ്രതിരോധിക്കുകയും വേണം. എന്തു തന്നെ ആയാലും ഇത് മനുഷ്യ സംസ്കാരമല്ല. ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ സന്നദ്ധരാണ് മനുഷ്യജീവിതം. മൃഗങ്ങളുടെയും ചെടികളുടെയും ജീവിതത്തിലും തീർച്ചയായും ക്ലേശങ്ങളുണ്ട്. അവയുടെ കഴിഞ്ഞകാല ചെയ്തികളുടെ ഫലമാണ് അവ. മനുഷ്യജീവികൾ എന്തായാലും വിശുദ്ധമായ ജീവിതം നേടുന്നതിനായി തപസ്സുകളുടെയും സന്യാസത്തിൻ്റെയും കഠിന നിഷ്ഠകളെയും രൂപങ്ങളിൽ ക്ലേശങ്ങൾ സഹിക്കാൻ സന്നദ്ധരാണ്. അങ്ങനെ വിശുദ്ധമായ ജീവിതം നേടിയതിന് ശേഷം അവർക്ക് ശാശ്വതമായി സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. എന്തു തന്നെയായാലും എല്ലാ ജീവിത സത്തകളും സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭൗതിക ശരീരമാകുന്ന കൂട്ടിൽ വയ്ക്കപ്പെട്ട് കഴിയുന്നിടത്തോളം അവർക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങൾ സഹിക്കേണ്ടി വരുന്നു. മനുഷ്യരൂപത്തിലുള്ള ശരീരത്തിൽ ഒരു ഉന്നത ബോധമുണ്ട്. ശാശ്വതമായ സന്തോഷം നേടുന്നതിനും ഭഗവാനിലേക്ക് മടങ്ങിപ്പോകുന്നതിനും നാം ഉന്നതരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. ഭരണകൂടവും രക്ഷാകർത്താവായ പിതാവും തങ്ങളുടെ കീഴിലുള്ളവരെ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തും വിധം വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്ന് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു. കൃഷ്ണാവബോധം ഇല്ലാത്ത പക്ഷം ഓരോ ജീവസത്തെയും ജനനമൃത്യുകളുടെ ഈ ആവർത്തന ചക്രം അനന്തമായി അനുഭവിക്കേണ്ടി വരും. ഈ ബന്ധത്തിൽ നിന്ന് മോചനം നേടുവാനും പരമാനന്ദം അനുഭവിക്കുവാനും കഴിവുള്ളവരാണെങ്കിൽ അവരെ ഭക്തിയോഗം കഴിയുന്നവരാക്കണമെങ്കിൽ അവരെ ഭക്തിയോഗം പഠിപ്പിക്കണം. ഒരു വിഡിത്ത സംസ്കാരം ജനങ്ങളെ ഭക്തി യോഗ തലത്തിലേക്ക് ഉയരാൻ അവഗണിക്കുന്നു. കൃഷ്ണാവബോധമില്ലാത്ത ഒരു വ്യക്തി ഒരു നായ്ക്കൾക്കോ പന്നികൾക്കോ ഒട്ടും ശ്രേഷ്ഠനല്ല. ഋഷഭദേവന്റെ ഉപദേശങ്ങൾ ഇന്ന് വളരെ അനിവാര്യമായി തീർന്നിട്ടുണ്ട്. ഇന്നത്തെ ജനങ്ങൾ ഇന്ദ്രിയ ആസ്വാദനത്തിനു വേണ്ടി വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നേടാൻ കഠിനാധ്വാനം ചെയ്യുന്നതിലും ഉണ്ടെങ്കിലും അവർക്ക് ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യമില്ല. ഒരു മനുഷ്യന് അവൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടി അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഏതെങ്കിലും ലോക്കൽ ട്രെയിനിൽ ഇടിച്ചു കയറി ഒരു കമ്പാർട്ട്മെന്റിൽ അടഞ്ഞു കൂടുന്നു. തൊഴിൽ സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാൽ അവന് ചിലപ്പോൾ 1-2 മണിക്കൂറിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വരും. സ്റ്റേഷനിൽ നിന്ന് ഓഫീസിലേക്ക് എത്തിക്കുമ്പോൾ പിന്നെയും ബസ് പിടിക്കണം. ഓഫീസിൽ 9 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യുന്ന അവൻ വീട്ടിൽ തിരിച്ചെത്തും വേണം 2-3 മണിക്കൂർ. വീട്ടിലെത്തിയാൽ ഭക്ഷണത്തിന് ശേഷം അല്പം ലൈംഗിക ആസ്വദിച്ച് ഉറങ്ങുന്നു. ഈ കഠിന ക്ലേശങ്ങളിൽ നിന്നെല്ലാം അവന് ആകെ ലഭിക്കുന്ന സന്തോഷം ഈ ചെറിയ ലൈംഗിക സുഖമാണ്. എൻ മൈഥുനാദി ഗൃഹമേതി സുഖം ഹി തുച്ഛം. നായും പന്നിയും പോലെ ആസ്വദിക്കുന്ന ഇത്തരത്തിലുള്ള അസ്തിത്വത്തിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ല മനുഷ്യജീവിതമെന്ന് ഋഷഭദേവൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു. തീർച്ചയായും നായ്ക്കൾക്കും പന്നികൾക്കും ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി കഠിന അധ്വാനം ചെയ്യേണ്ടി വരുന്നില്ല.
മനുഷ്യജീവി വ്യത്യസ്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും നായ്ക്കളെയും പന്നികളെയും പോയി അനുകരിക്കുകയും ചെയ്യണം. പകരം വേണ്ടത് സന്യാസവും തപശ്ചര്യകളും കഠിന നിഷ്ഠകളും എന്ന് പറഞ്ഞു കഴിഞ്ഞു. തപസ്സിയിലൂടെ ഒരുവന് ഭൗതിക കുറുക്കുകളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും. ഒരുവൻ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവന്റെ ശാശ്വത സന്തോഷം ഉറപ്പാക്കപ്പെട്ടിരിക്കും. ഭക്തിയോഗം, ഭക്തിയുത സേവനം സ്വീകരിക്കുന്നതിലൂടെ ഒരുവന്റെ അസ്തിത്വം പരിശുദ്ധമാക്കപ്പെടുന്നു. ജീവിതത്തെ മാറിയുള്ള ജീവിതങ്ങൾ തോറും സന്തോഷം തേടുന്നു. പക്ഷേ യോഗം അനുഷ്ഠിക്കുന്നതിലും അവന് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവൻ്റെ ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാൻ വളരെ പെട്ടെന്ന് യോഗ്യനായിത്തീരുകയും ഭഗവത്ഗീതയിൽ സ്വീകരിച്ചിട്ടുള്ളതുപോലെ ചെയ്യാം. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി അർജുന. എൻ്റെ ആവിർഭാവത്തെയും പ്രവൃത്തികളെയും അതീന്ദ്രിയ സ്വഭാവം അറിയുന്നവർ ശരീരം ഉപേക്ഷിച്ച ശേഷം വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിക്കുന്നില്ല. അല്ലയോ അർജുന, അവൻ എൻ്റെ ശാശ്വത ഭവനത്തിൽ എത്തുന്നു. ഹരേ കൃഷ്ണ. ഇതില് വളരെ വ്യക്തമായിട്ട് വാട്ടവർ ഞാൻ എന്താ പറയാൻ പോണ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, വെരി ക്ലിയർ ആയിട്ട്. ഞാനിത് മലയാളത്തിൽ വായിക്കാൻ ഇത് ചെയ്തത് എല്ലാവർക്കും അതിൻ്റെ ഒരു ജിസ്റ്റ് മനസ്സിലാവും. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദിസ് ശ്ലോക, അദ്ദേഹം എന്താ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്, ഇതെല്ലാം ശരിയായിട്ട് പറയാൻ കഴിയും. ഇപ്പൊ ഞാൻ അതിൻ്റെ പോയിന്റ്സ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് പറയാം. അതായത് എൻ്റെ നോട്ട്സൊക്കെ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഐ വിൽ ട്രൈ ടു ട്രാൻസ്ലേറ്റ് ഇൻ മലയാളം. ഓക്കെ. ഹൗ ടു യൂട്ടിലൈസ് ദി ഹ്യൂമൻ ബർത്ത്, എങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം ശരിക്കും ഉപയോഗിക്കണം. നമ്മൾ വളരെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞ മാതിരി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിന അധ്വാനം ചെയ്ത് നമ്മൾ സ്വല്പമായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് രാവിലെ ഇതിൽ പറഞ്ഞ മാതിരി രാവിലെ നേരത്തെ 7 മണിക്ക് തന്നെ പോയിട്ട് ഉദ്യോഗത്തിന് പോയിട്ട് വൈകുന്നേരം വരുമ്പോഴേക്കും സമയം 7 മണി 8 മണിയാവും രാത്രി. അയാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഭക്തിയുത സേവനം, പുസ്തകം വായിക്കല്, ഭഗവത്ഗീത, നത്തിങ്, ദർ ഇസ് നോ ടൈം ഫോർ ഹിം. അയാൾ മുഴുവൻ അതിൻ്റെ ക്ഷീണിച്ചു പോകണു. വരുമ്പോഴേക്കും ട്രെയിനിൽ വന്ന് അതേ ചെയ്തൊക്കെ അയാൾക്ക് സമയമില്ല ചെയ്യാനായിട്ട്. സോ വാട്ട് ഹി വിൽ ഡു, ഹി വിൽ ഗെറ്റ് ചാപ്പാട് കഴിഞ്ഞ ഉടനെ വൈകുന്നേരം ടയർഡായ ആള് കിടന്നുറങ്ങിയാൽ എന്തായി, പിന്നെ വേറെ ചിന്തകളൊന്നുമില്ല, ഭൗതിക സുഖങ്ങളിലേക്ക് ഏർപ്പെടുകയാണ്. സോ ഇവരൊക്കെ ശരിക്ക് പ്രഭുപാദ് പറഞ്ഞ മാതിരി നായ്ക്കളെയും പന്നികളെയും പോലെ ജസ്റ്റ് ദേ ആർ എൻജോയിങ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് വേസ്റ്റിംഗ് ദെയർ ലൈഫ് ഇൻ നോട്ട് ഇൻവോൾവിങ് ഇൻ തപശ്ചര്യങ്ങളും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമുക്ക് ശരിയായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതിനൊന്നും ഇവർ ഏർപ്പെടാൻ സമയമില്ല അവർക്ക്, മനസ്സിലായില്ലേ? എൻജോയ് സെൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. How much effort we put in to go. Some people are so much putting effort to go abroad to get more money, and then enjoy. What enjoyment they want? They want wealth, popularity, richness. അത് കഴിഞ്ഞ കുടുംബം എല്ലാം നല്ല ഇതിൽ എൻജോയ് ചെയ്തിട്ട് ultimately what they want is ഭൗതിക എന്താ പറയുക, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അതിനു വേണ്ടിയിട്ടാണ് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വെച്ചാലും ചെയ്യും. ഓക്കെ. കഷ്ടാൻ കാമാൻ എന്ന് പറയുന്നു. അതായത് ഹാർഡ് വർക്ക് ഷുഡ് ബി ഡൺ ലൈക്ക് ദീസ്. ഇവർ പോലെ ഈ പന്നികളെയും നായ്ക്കളെയും പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എന്തിനാണ്? വി ഷുഡ് ഡു ഹാർഡ് വർക്ക് ഫോർ ഗെറ്റിംഗ് ഇൻ ടു തപശ്ചര്യ, ഡിവോഷണൽ സർവീസ്.
ഇതിനൊക്കെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. നോട്ട് ഫോർ തുച്ഛം, ഈ സാമാന്യമായ കാര്യങ്ങൾ മൃഗങ്ങൾ ചെയ്യുന്ന മാതിരിയുള്ളതിൽ നമ്മൾ ഏർപ്പെടരുത്. വി ഹവ് ഗോട്ട് സ്പെഷ്യൽ ബുദ്ധിയുണ്ട്, നമുക്ക് ഭഗവാൻ തന്നിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻ്റലിജൻസ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി, എങ്ങനെ നമ്മൾ ജീവിക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഈസ് ടു സെർവ് ദ ലോർഡ്. ഭഗവാനെ സേവിച്ച് ധാമത്തിലേക്ക് പോകാനുള്ള പ്രയത്നങ്ങൾ ചെയ്യണം. അതിനാണ് തപശ്ചര്യ പറഞ്ഞ എന്താണ്? തപശ്ചര്യ ഈസ് നിഷ്ഠ. നമ്മൾ തന്നെ ഒരു നിഷ്ഠ ചെയ്ത് നമ്മൾ ദിവസേന രാവിലെ എണീക്കുക, നേരത്തെ, ഇതൊക്കെ ഒരു തപസ്സാണ്, തപശ്ചര്യയാണ്. അതായത് രാവിലെ നേരത്തെ എണീക്കുക, ഭഗവാനെ തൊഴുക, ദെൻ ഡു സം നാമജപ. ഇതൊക്കെ ചെയ്യുന്ന എന്താണ്? ഓരോരോ നിഷ്ഠയാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നൊരു നിഷ്ഠ, അത് കയ്യിൽ വയ്ക്കുക. ഇതൊക്കെയാണ് തപശ്ചര്യ എന്ന് പറയുന്നത്. തപശ്ചര്യ പറഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷ്ണാവബോധത്തിലുള്ള ആൾക്കാരൊക്കെ നമുക്കൊരു നിഷ്ഠയുണ്ട്. രാവിലെ എണീച്ചിട്ട് ഇന്നമാതിരി ജപം ചെയ്യണം എത്ര മണിക്കൂർ. രാവിലെ നേരത്തെ എണീക്കുന്നതന്നെ ഒരു തപസ്യയാണ്. അതായത് to get yourself control your mind and senses, and then do more devotional service to the Lord, increase your devotional service to the Lord, and reduce your bodily needs. നമ്മുടെ ദേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് നമ്മൾ ദൈവികമായിട്ട് ഭഗവത് സേവയിൽ ഏർപ്പെട്ടാൽ അത് തപസ്യ എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് തപസ്യ. ഇപ്പൊ നമ്മളെല്ലാം ചെയ്യുന്നതൊക്കെ മെയിൻലി തപസ്യയാണ്. ദിസ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് എ തപസ്യ. ഇപ്പൊ എന്ത് ചെയ്താലും, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പിൽഗ്രിം പോവാണ് വിചാരിച്ചോളൂ. എവിടെയെങ്കിലും കൂട്ടത്തിൽ നമ്മൾ പിൽഗ്രിമിന് പോവില്ലേ, അവിടെ കുറെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക്. ഓരോ സ്ഥലങ്ങളിൽ ചില ഹോട്ടലിലോ ചില ആശ്രമങ്ങളിലോ എവിടെ നമ്മൾ താമസിക്കും. അതിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന മാതിരി ഹോട്ട് വാട്ടറും തുണിയും കുളിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല അവിടെ. സോ വി വിൽ ബി ഡൂയിങ് സം ഹാർഡ്ഷിപ്പ്, കുറച്ച് അനുഭവിക്കും അവിടെ പോയിട്ടില്ലേ. പക്ഷെ നമ്മുടെ എയിം എന്താണ് അവിടെ? വി ഹാവ് ടു ഡു ഡിവോഷൻ സർവീസ് ആൻഡ് ഗോ ടു പിൽഗ്രിം പ്ലേസസ്, സീ നല്ല ഭക്തന്മാരെ കാണുക, അവിടെ അസോസിയേഷന് പോവുക. ഇതിനൊക്കെയാണല്ലോ നമ്മൾ വൃന്ദാവൻ അവിടെ എവിടെയൊക്കെ പോണത്. അപ്പൊ ഈ പോണ സമയത്ത് എന്തൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു ഇൻ ഓർഡർ ടു ഗെറ്റ് ദാറ്റ് എയിം ഓഫ് അസോസിയേഷൻ. അതൊക്കെ ഒരു അതൊക്കെ ഒരു തപശ്ചര്യയാണ്. അതിനൊക്കെ പറയും ഒരു തപസ്യ ആണ്. ലിറ്ററൽ തപസ്യ. ഇപ്പൊ നമ്മൾ ഏകാദശി വ്രതം ചെയ്യുന്നു അല്ലേ, അതില് ധാന്യം ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ ചിലർ ഇന്ന് മുഴുവൻ ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ദേഹത്തിന് ഉള്ള നീഡ്സ് ഉണ്ടല്ലോ, സാധാരണയുള്ള ഡേ ടു ഡേ നീഡ്സ്, അതൊക്കെ ഒതുക്കി നിഷ്ഠയിൽ നിൽക്കുകയാണ്. അതാണ് ഒരു തപസ്യ. തപസ്യ പറഞ്ഞതാണ് നമ്മുടെ ദേഹത്തിന് വേണ്ട കാര്യങ്ങളെ ഒതുക്കി മാറ്റി നമ്മൾ ഡിവോഷൻ സർവീസിൽ താല്പര്യം കൊടുക്കുക. ദാറ്റ് ഈസ് എ തപസ്യ. അതൊരു തപസ്സാണ്. അതുപോലെ തന്നെയാണ് ഈ ഋഷിമാരൊക്കെ കുറേ വർഷങ്ങൾ തപസ്സിലിരിക്കുന്നു അല്ലേ. അവര് ചിന്തയില്ല, ചാപ്പാടിൻ്റെ അതിൻ്റെയും ചിന്തയുണ്ടാവില്ല. അവർ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഭഗവാന്റെ ധാമത്തിൽ എത്താനായിട്ട് they will do tapas. That is also called tapas. Tapas പറഞ്ഞാൽ ഇത് ഓരോ കാര്യങ്ങളും ഈ നിഷ്ഠകളൊക്കെ തപസ്യയിൽ ചേരും. മനസ്സിലായില്ലേ? പിന്നെ അതേമാതിരി ഇപ്പോൾ വൃന്ദാവൻ എന്താ പറയുക, കാർത്തിക മാസത്തില് വൃന്ദാവനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ സോ മെനി പീപ്പിൾ ഡൂയിങ് സോ മെനി ടൈപ്സ് ഓഫ് വ്രതാസ്. വ്രതാസ് പറഞ്ഞാൽ അവര് ആഹാരം കഴിക്കുന്നത്, ചിലര് നിലത്തിൽ ആഹാരം കഴിക്കും, ഒരു നേരെ ആഹാരം കഴിക്കുള്ളൂ, ഒരു കൈ പ്രസാദേ കഴിക്കുള്ളൂ ഒരു ദിവസം. ഇങ്ങനെ ചില നിഷ്ഠകളൊക്കെ അവർ തന്നെ ഉണ്ടാക്കി ചെയ്യും. ഇതൊക്കെ ഓരോരോ തപസ്യാണ്. ഇറ്റ് ഇസ് ഓൾ തപസ്യ. മനസ്സിലായില്ലേ? അപ്പോ എന്തൊക്കെയോ നമ്മൾ പ്ലാൻ ചെയ്യും നമ്മുടെ ഇതില്. അതായത് നമ്മുടെ ജീവിതത്തില് നമ്മൾ വി ഷുഡ് ഗെറ്റ് നോളജ് അബൌട്ട് സെൽഫ് റിയലൈസേഷൻ. അതായത് വി ആർ നോട്ട് ദിസ് ബോഡി, വി ആർ കണക്റ്റഡ് ടു ദ ലോർഡ് ആൻഡ് വി ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ലോർഡ്. നമ്മൾ
ഭഗവാന് സേവിക്കണം. ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ശരിക്കുള്ള മനുഷ്യജന്മം. മനുഷ്യജന്മത്തിനുള്ള ബുദ്ധിമതി ഭഗവാൻ തന്നിരിക്കുന്നത് ഇതൊക്കെ അറിയാനും നമ്മൾ പുരോഗമിക്കാനും. സോ ദാറ്റ് മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് മുക്തി ലഭിക്കാൻ സാധിക്കുകയുള്ളൂ, ലിബറേഷൻ. സോ അതിനുള്ള പ്രയത്നങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണ പോലെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയും അതിനു വേണ്ടിയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ജീവിതം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ജന്മമൃത്യു ജരാവ്യാധി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് ഇറ്റ് ഈസ് എ ലോ ഓഫ് നേച്ചർ, മനസ്സിലായില്ലേ? ബർത്ത്, ഡെത്ത്, ഓൾഡ് ഏജ് ആൻഡ് ഡിസീസ് ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതിനെയൊക്കെ വി ആർ അണ്ടർ ദി ക്ലച്ച് ഓഫ് മെറ്റീരിയൽ, എന്താ പറയുക, മെറ്റീരിയൽ നേച്ചർ. അപ്പോൾ അതൊന്നൊക്കെ വിടുവിക്കണം വെച്ചാൽ വി മസ്റ്റ് എൻഗേജ് അവർ സെൽസ് ഇൻ ഡിവോഷണൽ സർവീസിൽ താല്പര്യമെടുത്താലേ നമുക്ക് ഇതിന്നൊക്കെ മുക്തി ലഭിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ മാതിരി നാമജപം ജപിച്ച് നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റും. അതായത് പറഞ്ഞിരിക്കുന്നു, കലൗദോഷനിധേ രാജാൻ അസ്മിനേകോ മഹാൻ ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരംപ്രചേത്. അതായത് മനുഷ്യജീവിക്ക് മാത്രമേ ഇങ്ങനെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാൻ, നാമജപം ജപിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആചാര്യന്മാരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ we can go for mukti. Yeah, and there is a kirtan, adayadu hari hari viphala jana gunayinu manushya janma paiya radha krishna na bhajiya janiya suniya vishakainu. That means that we are knowingly taking poison by not doing thinking about Hari, and we are Radha Krishna Bhajiya. നമ്മൾ ഭഗവാനെ ആരാധിക്കാതെ നമ്മൾ സ്വന്തം ജീവിതമൊക്കെ പാഴാക്കിയിട്ട് വിഷം തിന്നുന്ന മാതിരി we are getting away from the spiritual world because we are so much engaged in material activities. We suffer because we do not, some of them, we don't believe in God. ചിലർക്ക് ഭഗവാനിൽ തന്നെ വിശ്വാസമില്ല, faith ഇല്ല, for what he gives. We are not thanking the Lord for what he gives freely. ഭഗവാൻ തരുന്നു വാട്ടർ, ലൈറ്റ്, എല്ലാം ഭഗവാൻ ഫ്രീ ആയിട്ട് തരുന്നു. നമ്മളൊരു താങ്ക്സ് ഗിവിംഗ് ഒന്നും ചെയ്യണ്ട. ചില ഭക്തൻ, ചില ഓർഡിനറി പീപ്പിൾ, they don't even do പ്രാർത്ഥന for or thanks for the Lord. Okay, glorify by chanting his holy name, observe four regulative principles ഒന്നും അവർക്കില്ല. അപ്പൊ നമ്മള് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വി ആർ റിയലി ഡൂയിങ് എ ഗുഡ്, എന്താ പറയാ, what is it, we are doing the tapasya. We are doing one who knows the transcendental nature of my appearance in the janma karma chmaya divyam evam yo veti tattvaha tyakta deyam punarjanma nedi mamedi arjuna. Bhagavan parayana enne patti, one who knows the transcendental nature of my appearance and this activities does not upon leaving the body take his birth again in this material world but attains my eternal abode. അതാണത് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. അതിന് ഭാഗവതം വായിക്കല്, ഭഗവത് റെഗുലറായിട്ട് ഭാഗവതം വായിക്കുക, ഹിയർ കൃഷ്ണ കഥ ആൻഡ് പ്രചരിപ്പിക്കുക ഹരിനാം. ദെൻ വാട്ട് എവർ യു ഹാവ് ലേൺ ഫ്രം ഭാഗവതം ഇമ്പാർട്ട് ടു അതർ പീപ്പിൾ. എല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ we will know who is Krishna, we will have more knowledge about the Lord, and when we leave the body we will get liberated. There is no need of doing any other hard work for that. Okay, now we will see tapasya. What is tapasya? I have already told you what is tapasya. To detach ourselves from the bodily and senses is called a tapasya.
തപസ്യ പറയുന്ന നമ്മുടെ ബോഡി നീഡ്സ് ഒക്കെ ഒതുക്കുക. ഓൾറെഡി ഐ ഹാവ് ടോൾഡ് ആൻഡ് ഓൾസോ മെൻഷൻഡ് ഹിയർ. Do certain practice to reduce our bodily needs regarding Ekadashi Vrata, austerity, ഇതൊക്കെ പറഞ്ഞു. Some spiritual teachers suggest in order to transcend the mode of nature, tapasya. ഈ ട്രാൻസെൻഡന്റൽ മോഡ് ഓഫ് മെറ്റീരിയൽ നേച്ചറിന് പുറത്തു വരാനായിട്ട് നമ്മൾ തപസ്യ വളരെ പ്രധാനമാണ്. ഒരിക്കലും ശ്രീല പ്രഭുപാദ് തൻ്റെ ശിഷ്യന്മാർക്ക് കുറെ പറഞ്ഞു കൊടുത്തു. ഇനിമാതിരി അവരൊക്കെ പൊട്ടൻഷ്യലായിട്ട് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആദ്യം. അവർക്കൊക്കെ എന്താ പറഞ്ഞു കൊടുത്തത്? നോട്ട് ടു മേക്ക് പ്രജൽപ, അധികം വർത്തമാനം അധികം പറയരുത്. ടോക്ക് ലെസ്, ഡു മോർ. അതാണ് അദ്ദേഹം പറഞ്ഞത്. റെഡ്യൂസ് അവർ സ്ലീപ്പിംഗ് ടൈം. കുറച്ച് സ്ലീപ്പിംഗ് ടൈംസ്. എല്ലാവരും കുറെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബിക്കം ലേസി, ഇസന്റ് ഇറ്റ്? സോ നമുക്ക് അതുണ്ടാവില്ല, പ്രേരണ ഉണ്ടാവില്ല. ഈറ്റ് പ്രോപ്പർ ഫുഡ്. That is why we are not eating meat. There are so many things, proper food we have to eat. അധികം ഉപ്പ്, മുളക്, ഇതൊന്നും അധികം സാത്വികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഭക്തിമാർഗത്തിൽ മോർ ഇൻവോൾവ്മെന്റ് ആവും. ഫോളോ സ്ട്രിക്ട്ലി 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്. ഇതൊക്കെ പറഞ്ഞപ്പോ one of the so many devotees they left because they couldn't stand this process. ഈ പ്രോസസ് എന്താണ്? ഇതൊക്കെ ഒരു തപസ്യയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. അത് ശ്രീല പ്രഭുപാദ് പറഞ്ഞു കൊടുത്തത് ഈ കാര്യങ്ങളൊക്കെ ഒരു തപസ്യന്റെ ലിസ്റ്റാണ്. അങ്ങനെ ചെയ്യാൻ ചെന്ന് പറഞ്ഞപ്പോൾ ഈ ഫോറിനേഴ്സ് ഒക്കെ മോസ്റ്റ് ഓഫ് ദം ദേ ലെഫ്റ്റ്. ഓ, ദിസ് ഇസ് വെരി ഡിഫിക്കൽട്ട്, യു കനോട്ട് ഡു ദാറ്റ്. സോ അൺലെസ് യു ഹാവ് ഗോട്ട് ഡിറ്റർമിനേഷൻ, അതായത് ശരിയായ ഡിറ്റർമിനേഷൻ, എന്താ പറയാ മലയാളത്തില്, ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. ദൃഢനിശ്ചയത്തോടെ ചെയ്താൽ മാത്രമേ നമുക്ക് പുരോഗമിക്കാൻ സാധിക്കുള്ളൂ. ദി അൾട്ടിമേറ്റ് എയിം. പിന്നെ ഇത് യോഗ, ചിലരൊക്കെ യോഗ പ്രാക്ടീസ് ചെയ്യും, ഫിസിക്കൽ യോഗ. അവരുടെയൊക്കെ കാര്യം എന്താണ്? ദേഹത്തിനെ കണക്റ്റഡ് വിത്ത് ദി ബോഡി, ദേഹം. അതിനാണ് അവർ ഫിസിക്കൽ യോഗ ചെയ്യുന്നത്. സോ ദാറ്റ് ഐ വിൽ ഹാവ് എ ബെറ്റർ ബോഡി, ഐ ക്യാൻ എൻജോയ് ബെറ്റർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അതല്ല ശരിക്കും യോഗ. യോഗ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്, ഭഗവാന്റെ അടുത്തുള്ള നമ്മുടെ അടുപ്പം, അത് വർദ്ധിപ്പിക്കലാണ് യോഗ. യോഗ എന്ന് പറഞ്ഞാൽ അവർ റിലേഷൻഷിപ്പ് വിത്ത് ലോർഡ് ഷുഡ് ബി സ്ട്രെങ്തൻഡ്. അതാണ് യോഗ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഫിസിക്കൽ യോഗ അല്ല ഇമ്പോർട്ടൻ്റ് ഇവിടെ. ഭക്തി യോഗ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഭക്തിയിൽ ഏർപ്പെടണം. അതിനാണ് വർണ്ണാശ്രമധർമ്മം നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. വർണ്ണാശ്രമത്തിൽ എങ്ങനെയാണ്? ആദ്യം ബ്രഹ്മചാരിക്ക് എന്തൊക്കെയാ പഠിപ്പിക്കുക? ആദ്യം എങ്ങനെ നിഷ്ഠയായിട്ട് നിൽക്കാൻ പറ്റും, ആദ്യം വേദങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. ദെൻ ട്രെയിൻ ടു ഡു ഓസ്റ്റെറിറ്റീസ്. സോ മെനി കുറെ ഇംപ്രഷൻസ് ഉണ്ടാവും, മനസ്സിലെ ആശകൾ അതൊക്കെ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഈ ബ്രഹ്മചാരിക്ക്. അതൊക്കെ ഈ സീനിയർ ഡിവോട്ടീസ് പറഞ്ഞ് മനസ്സിലാക്കും. ഇങ്ങനെയാണ് വി ഹാവ് ടു ഡു ഓസ്റ്റെറിറ്റി പറഞ്ഞത് എന്താണ്? ഇതൊക്കെ പഠിപ്പിക്കും ബ്രഹ്മചാരിക്ക്, അല്ലേ? എവറിഥിങ് ഓവർകം ബൈ ഡിവോഷണൽ സർവീസ്, ജപ, ഓസ്റ്റെറിറ്റീസ് ബൈ സീനിയർ ഡിവോട്ടീസ്. പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തിട്ട് അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. ദാറ്റ് ഈസ് കോൾഡ് ബ്രഹ്മചാരി ലൈഫ്. ഓക്കെ. ദെൻ ഗൃഹസ്ഥ ലൈഫ്. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ദേ വിൽ ഇൻവോൾവ് ദംസെൽവ്സ് ഇൻ മാരീഡ് ലൈഫ്. മാരീഡ് ലൈഫ് ചെയ്താലും ഇൻ കൃഷ്ണ കോൺഷ്യസിൽ കുറെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് മാരേജ് ചെയ്തു എന്നാലും ദർ ആർ സർട്ടൺ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതൊക്കെ ചെയ്തു വരുമ്പോൾ so many moderate and protect our sense gratification by doing tapasya. We become happy by performing tapasya in a proper spirit. Tapasya എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി തപസ് ചെയ്യരുത്. ചിലവര് ആഗ്രഹങ്ങൾക്ക് വേണ്ടി തപസ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ഇന്ന ലഭിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. We should have tapasya should be done with the proper spirit. അതായത് സ്പിരിച്വലി ബെനിഫിറ്റ് നോക്കാതെ നമ്മുടെ കർത്തവ്യങ്ങൾ ശരിക്ക് തപസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
back to God at povam sadhikum. Become happy also. Hearing, we will be happy. We become detached from the source of anxieties and miseries by നിങ്ങളുടെ ഗൃഹസ്ഥ ലൈഫിൽ കുറെ ആങ്സൈറ്റി ഇതൊക്കെ വരും, കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതൊക്കെ നമ്മൾ നേരിടുന്നത് സ്വാഭാവികമാണ് ഗൃഹസ്ഥാശ്രം. ഇതൊക്കെ തരണം ചെയ്യണമെങ്കിൽ we have to perform tapasya in a proper spirit. We become detached from the sources of anxieties and miseries. Become happy by hearing about Krishna, attending Bhagavatam class, chanting and glorifying the holy name, and thinking and enjoying the beauty of Krishna, associating with wonderful devotees and kind-hearted devotees of Krishna. All right? ഇതൊക്കെ ചെയ്താൽ പെർഫോമിംഗ് ഡിവോഷൻ സർവീസ് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വരും. then കുട്ടികളൊക്കെ വലുതായി എല്ലാം ശരിയായിച്ചാൽ then we have to think about വാനപ്രസ്ഥ. വാനപ്രസ്ഥ എന്ന് പറഞ്ഞാൽ you can go with your wife for pilgrim trips here and there and leave every responsibility to the elderly sons and all, and engage yourself more in devotional service. Devotion, bhakti sevanathil more involved with the pilgrim സ്ഥലങ്ങളിലൊക്കെ പോവുക. അങ്ങനെയൊക്കെ we will become vanaprastha. Then comes sannyas last. Sannyas, it depends on person to person. എങ്ങനെ അവർ റെഡി ആയിട്ടുണ്ടോ അത് പ്രകാരം അവർക്ക് സന്യാസവും എടുക്കാൻ പറ്റും. ഇങ്ങനെ idea is that when you come to the stage of death, you are not attached to anything other than Krishna. Idea എന്താ വെച്ചാൽ നമ്മള് ഡെത്തിന്റെ നിയർ വരുമ്പോഴേക്കും ഈ ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടാൽ നമ്മൾ മരിക്കാനാവുന്ന സമയത്ത് ആരോടും അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, നമ്മുടെ ബോഡിയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് ദി എയിം ഓഫ് ലൈഫ്. ദാറ്റ് ഈസ് ദി വണ്ടർഫുൾ എയിം. ആരോടും അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് വി വിൽ നോട്ട് ഹാവ് എനി അറ്റാച്ച്മെന്റ് അതർ ദാൻ കൃഷ്ണ. then only you are qualified to go back home, back to God. അതാണ് അതിൻ്റെ അർത്ഥം. വിത്തൗട്ട് ഡൗട്ട് വിൽ ഗോ ബാക്ക് ഹോം, ബാക്ക് ടു ഗോഡ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് എത്ര ടൈമാണ്? ഇനി എത്ര മിനിറ്റ് ഉണ്ട്? കഴിയാറായി അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ എന്താണ് നമ്മുടെ there are two types of സെയിൻസ് പറഞ്ഞ അറിയില്ല, ഋഷിമാര്. ഒന്ന് ഇദ്ദേഹം ആരാണ്? വിശ്വാമിത്ര is one, right? Vishwamitra and വിശ്വാമിത്ര തപസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആരാണ്? ഹരിദാസ് ഠാക്കൂർ ഓൾസോ തപസ് ചെയ്തിട്ടുണ്ട് അല്ലേ? കുറെ ജപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുപേരെയും താരതമ്യപ്പെടുത്തിയാൽ വിശ്വാമിത്ര ഡിഡ് തപസ് ഫോർ 60 years. തപസ് ചെയ്തു ഫോർ ബിക്കമിങ് ബ്രഹ്മഋഷി. അദ്ദേഹത്തിന് ബ്രഹ്മഋഷി സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തു. അപ്പോൾ മനസ്സിൽ ഒരു എയിം ഉണ്ട്, എനിക്ക് ഇന്ന സാധനം വേണം, എനിക്ക് ബ്രഹ്മഋഷി ആവണം. ഓക്കെ. അദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു? വസിഷ്ഠരായിരുന്നു ഗുരു. സോ വിശ്വാമിത്ര വാണ്ടഡ് ടു ബിക്കം സംബഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് ഒരു ഈഗോ ഉണ്ട് മനസ്സിൽ അല്ലേ? ഞാൻ ഐ വാണ്ട് ടു ബിക്കം സംതിങ്, ഒരു ഈഗോ. ഓക്കെ. ആൻഡ് ആൻ അംബിഷൻ ടു ബിക്കം. വി വാസ് എൻഗേജ്ഡ് വിത്ത് പിന്നൊരു കാര്യം, നടുവില് മേനകയായിട്ടൊരു ഒരു എൻകൗണ്ടറായി, മേനക ആയിട്ട്. And then he was, his tapas was broken by Menaka, she came and then the tapas was broken. So there he could not succeed in getting that position of Brahmarshi Sthanam, Kitila, because he got involved with Menaka. That is one point. Secondly, he was very, egoistic. All right. Adelam kazhinja വസിഷ്ഠ മുനിയോടാണ് ചെന്ന് പറയുന്നത്, എനിക്കിത് കിട്ടിയില്ലല്ലോ, എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വസിഷ്ഠ മുനി പറയാണ്,
you should have respect to Guru, and then you should approach the Guru for help. Ego ഉണ്ടാകാൻ പാടില്ല എന്ന് കുറിച്ചപ്പോൾ അദ്ദേഹം വസിഷ്ഠനോട് സറണ്ടർ ചെയ്യണം. He surrendered. Though ഒടുവിൽ എന്തായി, അദ്ദേഹം ഗുരുവിനെ സറണ്ടർ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈഗോ കുറഞ്ഞു. മനസ്സിലായില്ലേ, ഇന്ന കാര്യം കൊണ്ടാണ് നിനക്ക് വരാത്തത്. അപ്പോൾ വളരെ അതായിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ സക്സീഡായി. ദെൻ ദ ഗുരു ഗീവ്സ് ഹിം ദി പൊസിഷൻ ഓഫ് ബ്രഹ്മ ഋഷി സ്ഥാനം കൊടുക്കുകയാണ്. സോ അതിൻ്റെ അർത്ഥം എന്താ, if you have got ego and you have got some other aim to get something, അങ്ങനെയുള്ള ഇതിൽ നമ്മൾ that is not good success. അപ്പോൾ ഒടുവിൽ അദ്ദേഹം സറണ്ടർ ചെയ്ത ഉടനെ ഗുരു ഈസ് ഗിവിങ് കൺസിഡറിങ് ഹിം ആസ് എ ബ്രഹ്മഋഷി. ഇവിടെ ഹരിദാസ് ഠാക്കൂറിന് എന്തായി, ഹരിദാസ് ഠാക്കൂർ വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ എനിത്തിങ്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വർഷിപ്പ് ദ ലോർഡ്, ബി please the Lord, go on chanting the holy name and get the bliss from the chanting. That was his way of doing. His aim was only to please the Supreme Lord and glorify him with japa meditation. No other intention. He had no ego, nothing. He didn't want anything else. So he was, though he was disturbed by that, what is her name? Chintamani. He was disturbed by the prostitute. He could overcome that because he was so much involved in devotional service and japa. He had the power to control that attack. And then on the other hand, he made that prostitute as a devotee because of his power in his austerity. Again, there are two people who have got two different directions. Vishwamitra with ego, and Haridas Thakur so much humble. He was so humble, and thus he reached the got liberation. So these are two examples of another. And another story, if it is comparatively, is about Bharat Maharaj. I think you all know about Bharat Maharaj becoming Jadabharata. You know that. You know that, all of you. You know the story of Jadabharata. That he was a great king, and he renounces everything and goes to the Sarayu river, and he prays. Then he gets entangled with the deer and get attachment to the deer, and next birth he becomes a deer. Then after that, because he had so much attachment in the deer, at the time of death, he thinks about the deer and becomes a deer next birth. So, Lord has given him power to know what he was before. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി ഇന്ന കാരണം കൊണ്ട് എനിക്ക് ഡിയറായിട്ട് പറക്കേണ്ടി വന്നു. So that deer was so austere, തപസ്യ ചെയ്തു. എന്താണ് തപസ്യ? ആഹാരം ശരിക്കുക, വെറും ഡ്രൈ ലീവ്സും വെള്ളവും കുടിച്ചിട്ട് devotional service mentally he was doing, and then he got the back to human form as a great Brahmana's twin child. That is, one is Jadabharata, another was one girl, one daughter. And Jadabharatavanu വേണ്ടിയിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു, വേദങ്ങളും അതൊക്കെ. പക്ഷേ ജഡഭരതൻ was acting as if he doesn't know anything, though he knows from the previous birth that he is so high in spiritual standard. അദ്ദേഹം എന്ത് വിചാരിച്ചു, ഇനിയൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്യാൻ പാടില്ല, അതിനെക്കൊണ്ട് ഭൗതിക വിഷയങ്ങളിലൊക്കെ താല്പര്യം പാടില്ല പറഞ്ഞിട്ട് സംസാരം നിർത്തി ഒക്കെ, എന്താ പറയുക, കുറച്ച് അലൂഫായിട്ട് എല്ലാവരായിട്ടും സംസാരിക്കില്ല, ശരിക്ക് ആരോടും വലുതായിട്ട് മിണ്ടില്ല. അപ്പൊ അവരെന്ത് വിചാരിച്ചു, ഇവനൊരു മൂഢനാണ്. മനസ്സിലായില്ലേ? മൂഢനാണെന്ന് പറഞ്ഞിട്ട് അവന്റെ ജ്യേഷ്ഠന്മാർ 9 പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭാര്യമാരൊക്കെ ഇയാളെ ഒരു ശരിക്കും നോക്കില്ല, ചാപ്പാട് ശരിക്കും കൊടുക്കില്ല, വളരെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ഹി യൂസ് ടു ഗോ ആൻഡ് ഔട്ട്സൈഡ് ആൻഡ് സ്ലീപ്പ് അണ്ടർ ദ ട്രീ. അങ്ങനെയൊക്കെ മനസ്സ് വിരക്തി വന്നത് പുറത്ത് ആൽത്തറയിലൊക്കെ ചെന്ന് കിടക്കുക.
അത് ചാപ്പാടൊന്നും കൊടുത്തില്ലെങ്കിൽ പട്ടിണി കിടക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ അവനെ എല്ലാവരും വിചാരിച്ചു ഇവനൊരു ഒരു ഒരു പ്രാന്തനാണ്, എന്നിട്ട് എല്ലാവരും കല്ലെറിയാൻ തുടങ്ങി, കുറെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രഘുഗുണ എന്നൊരു ഒരു കിങ്, അയാള് പാൽക്കിനിൽ വരികയാണ്. പാൽക്കിനിൽ വന്നിട്ട് അയാളുടെ ഒരു 4 ആൾക്കാരുണ്ടല്ലോ, അതിൽ ഒരാൾ സിക്കാവണോ. അപ്പൊ സിക്കാവുമ്പോൾ അവർക്ക് ആളെ കിട്ടുന്നില്ല. അപ്പൊ ഇവൻ കുറച്ച് കണ്ട കൊള്ളാം, നല്ല ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോയി അതിൽ ചേർത്തപ്പോ ഇയാളെ കൊണ്ടുപോകുമ്പോ അയാൾക്ക് മനസ്സിൽ എന്താണ്, പ്രാണികളൊന്നും കൊല്ലാൻ പാടില്ല. അപ്പൊ ഇയാള് കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ പ്രാണികളെ വല്ലതും കാണുമ്പോൾ ചാടി കൊണ്ടുപോകുമ്പോൾ ദി കിങ് ഈസ് ഗെറ്റിംഗ് അനോയിഡ്. അയാൾ ചീത്ത പറയണ, എന്താണ് നിനക്ക് ശക്തിയില്ലേ, വയസ്സായോ, വളരെ കമന്റ് ഒക്കെ ചെയ്യും അയാള്. അപ്പൊ ഇദ്ദേഹം പറയും ഇതെല്ലാം പുറത്തിട്ട് ഒടുവില് ക്ഷമിക്കാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കിങ്ങിനോട് പറയണം, നിങ്ങൾ എന്നെ പറ്റി കുറെ കമന്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എന്നെ പറ്റിയല്ല കമന്റ് ചെയ്യുന്നത്, എൻ്റെ ബോഡീനെ പറ്റിയാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ബോഡിയല്ല ഞാൻ, ഐ ആം എൻ ആത്മാ, ഐ ഹവ് ഗോട്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി. ഐ ആം, ഈ ബോഡി ഇപ്പോൾ പോവും പിന്നെ പോവില്ല, അങ്ങനെയാണ്. നിങ്ങളുടെ ഏതാണ് സ്ഥിതി? നിങ്ങളുടെ ഇപ്പൊ ബോഡിയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ കിങ് ആണ്, അതാണ് ഇതെന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ബോധ്യമൊക്കെ ബോഡീൻ്റെ മുകളിലാണ്. യു ഹാവ് നോ നോളജ് അബൌട്ട് വാട്ട് ഈസ് ആത്മാ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാളെ ട്വിസ്റ്റ് ചെയ്ത് അയാളെ റെഫ്യൂട്ട് ചെയ്യും. അപ്പൊ അയാൾക്ക് തോന്നും, ഓ ഇവൻ സാധാരണ മനുഷ്യനല്ല എന്ന് പറഞ്ഞിട്ട് ആ കിങ് കുറെ ഇംപ്രസീവായിട്ട് ഈ കംസ് ഡൗൺ ആൻഡ് ബോ ഡൗൺ ടു ഹിം. എന്നിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ ഗുരു ആവണം, യു ആർ സോ നൈസ്. പാലസിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അയാളെ ഗുരുവാക്കും. അങ്ങനെ. സോ ഇയാളുടെ ഈ റിപ്ലൈ ഉണ്ടായിരുന്നല്ലോ, അതൊരു മിന്നൽ പോലെ അയാൾക്ക് കൊന്നിക്കടിക്കുന്ന മാതിരി തോന്നി. He was so much impressed by Jadabarada. Jadabarada is already knowledgeable. Aplana Jadabarada is opening his mouth. And when the king asked for help on spiritual topics, then Jadabarada gave him all advice and he becomes a guru. All right. So austerity has got so much power, tapasya and austerity. അതുകൊണ്ടാണ് ഇവരൊക്കെ എലിവേറ്റ് ആവുന്നത്. So we must do austerity, tapasya, in order to get elevated in spiritual consciousness. Hare Krishna. Any question or anything? Just Hare Bol. Thank you for listening so attentively. Okay. Hare Krishna. Hare Krishna. താങ്ക് യു യുവർ ഗ്രേസ് വെങ്കടേഷ് കൃഷ്ണദാസ് പ്രഭുജി. പ്രഭുജിയുടെ വളരെ നന്നായിട്ടെന്ന് എങ്ങനെയാണ് തപശ്ചര്യകൾ ചെയ്യേണ്ടത് ഉദാഹരണ സഹിതം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. വളരെ നന്ദിയുണ്ട്. പ്രഭുവിൻ്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരിനാമം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുക പ്രഭുജി. ഓസ്റ്ററിറ്റി കേട്ടു, പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഭുവിന്റെ നല്ല വാക്കുകളായിരിക്കും. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് ഫോർ അറ്റൻഷൻ. അതും നിങ്ങളെ ഞാൻ പറഞ്ഞ മാതിരി as far as possible do some tapasya, do some austerity. This should be every day evening you check what I did today for my benefit as tapasya. Have I done anything or have I not done anything which I used to do? Check kiya tanatan and improve yourself in your standard, and naturally Bhagavan and Guru Krishna, everybody will help us to progress ourselves. We are already progressing nicely. In any case, it is a good thing to check daily and then make sure that we do some devotion service every day. Tapasya we do. Thank you. Thank you so much again for the tip. Thank you so much. ചോദ്യങ്ങൾ?
ഹരേ കൃഷ്ണ. ഓൺലൈനിൽ ഏതെങ്കിലും ഭക്തന്മാർക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഓൺലൈനിൽ ഏതെങ്കിലും ഭക്തന്മാർക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഓൺലൈനിൽ ഏതെങ്കിലും ഭക്തന്മാർക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യാം. Okay. പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യാം. No.